അങ്ങനെ ജാസ്മിനും ഗബ്രിയും രണ്ടായി ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ പതിയെ പതിയെ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിയുവാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഗബ്രിയാണ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ഒരു ചോയ്സിലേക്ക് മാറുന്നത് കേട്ടോ. ജാസ്മിൻ മാറുന്നില്ല എന്നുള്ളതല്ല, എന്നാലും കൂടുതലായിട്ടും എഫേർട്ട് എടുത്ത് മാറി നിൽക്കുന്നത് ഗബ്രി തന്നെയാണ് കേട്ടോ. കാരണം ഇന്നലെ വൈകിട്ടൊക്കെ ജാസ്മിൻ അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗബ്രി എടുത്ത്. ഗബ്രി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇന്നത്തെ ദിവസം. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഇത്രയും പ്രശ്നം നടന്നത്. ഇങ്ങനൊരു മോശം ആക്ട് സിബിനിൽ നിന്ന് ജാസ്മിൻ്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും കമ എന്നൊരു അക്ഷരം നമ്മുടെ ഗബ്രി മിണ്ടിയിട്ടില്ല. അതാണ് സത്യം. സത്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നാൽ സാധാരണ ഗബ്രി ചാടി വീഴുന്നതായിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നും അങ്ങനെ ഒരു കാര്യമേ കണ്ടില്ല. അത് ജാസ്മിൻ്റെ കാര്യമാണ്, ജാസ്മിൻ സംസാരിക്കട്ടെ എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ഒരു ഗബ്രിയാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ ഗെയിം ഇനി മുതൽ ഒന്ന് എഴഞ്ഞ് പോയേക്കാം. പറ്റുന്നത്രയും ദൂരം പതുക്കെ പോയേക്കാം. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടണ്ട എന്ന രീതിയിലാണ് ഗബ്രി പോകുന്നത്. ഇപ്പോൾ എത്രയും പേര് അങ്ങനെ നിൽക്കുന്നുണ്ട് സേഫ് ഗെയിമിംഗ് ആയിട്ട്. എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന രീതി ചിന്തിച്ചുകൊണ്ടായിരിക്കും ഗബ്രി ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മാറി ഇനിയിപ്പം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ അനങ്ങാതിരുത്താൻ ഒന്നും കൂടെ പുറത്ത് പോകത്തേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ചാൽ പിന്നെയും നമുക്ക് രക്ഷപ്പെടാം. മാത്രമല്ല ഇവിടെ ഇപ്പം ഗബ്രിക്ക് പെട്ടെന്ന് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ജാസ്മിൻ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്ങും ജാസ്മിൻ പുറത്ത് പോകില്ല. കാരണം ജാസ്മിൻ നെഗറ്റീവ് ആണെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ വേണം. എന്നാൽ മാത്രമേ ഈ ഗെയിം സ്മൂത്തായിട്ട് ഇപ്പോൾ പോകുന്ന രീതിയിൽ പോകത്തുള്ളൂ. അതിന് വേണ്ടുന്ന അത്യാവശ്യം പ്രേക്ഷക പിന്തുണയൊക്കെ ജാസ്മിൻ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് ജാസ്മിൻ എന്തായാലും ആ ബി ഹൗസിൽ കാണും. കുറേ കൂടി ബെറ്റർ ആകാൻ ജാസ്മിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗബ്രിയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. കാര്യം ഗബ്രിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ ഗബ്രി ചിലപ്പോൾ വീണ്ടും പഴയ ഗെയിമിലേക്ക് ഇറങ്ങുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇന്നലത്തെയും പല വിഷയങ്ങൾക്കും ജാസ്മിനുമായിട്ടുള്ള പല വിഷയങ്ങൾക്കും ഗബ്രി അവിടെ അനങ്ങിയിട്ട് പോലുമില്ല. സ്വന്തം അച്ഛൻ വന്ന് പറഞ്ഞാൽ പോലും കൈ വിടില്ല എന്ന് പറഞ്ഞ ഗബ്രി ഇപ്പോൾ ഒരു മിണ്ടാട്ടമില്ലാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇവരുടെ പ്ലാൻ ഇനി എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും കണ്ടു തന്നെ അറിയണം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.